എന്താ പോലീസ് പിടിച്ചാ? ഞാനത് വിശ്വസിക്കുന്നില്ല. ഈ സിനിമയിൽ കാണുമ്പോഴാണ് പോലീസ് ക്ലബ് അങ്ങനെ. ഞങ്ങളുടെയൊക്കെ പോലീസ് ക്ലബ് 2 റൂമും 1 ഹാളും. ആലിയ ഭട്ട് ഫഹദ് ഫാസിലിന്റെ കൂടെ അഭിനയിക്കണം എന്ന് പറഞ്ഞത് കേട്ടായിരുന്നു? ഇല്ല ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ആലിയ ഭട്ട് ഒരു അച്ഛൻ എന്നോട് പറഞ്ഞില്ല. കഥ പറയുമ്പോൾ വേറെ രസമുണ്ട്. ക്യാമ്പിൽ ചെന്നു. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഇന്റർവ്യൂഷൻ റൂമിലുള്ള 2 പേര് സ്വന്തം പേര് തന്നെ ബ്രാൻഡാക്കിയ ആൾക്കാരാണ്. ഷാഹി കബീർ ആൻഡ് ദിലീഷ് പോത്തൻ. വെൽക്കം ടു റേഡിയോ മാംഗോ. ഏതായാലും ഈ ഒരു സെറ്റപ്പിൽ ഇരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ചോദ്യം ചെയ്യൽ തന്നെ ആക്കിയിട്ട് തുടങ്ങാം. ആസ് യൂഷ്വൽ, ഷാഹി കബീറിന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ത്രില്ലറാണോ, ഫാമിലി ഡ്രാമയാണോ, ത്രില്ലിംഗ് ഡ്രാമയാണോ, എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഇത് ത്രില്ലറും അല്ല, ഇൻവെസ്റ്റിഗേഷനും അല്ല, ഡ്രാമയാണ് അല്ലേ? ഇതൊന്നും അല്ലാതെ എന്താ സിനിമ? ഇതൊന്നും അല്ലാതെ എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഒരു ഡാർക്ക് അടിച്ചു. എന്നുള്ളതൊന്നും ഇല്ലെന്നേ. 2 ക്യാരക്ടേഴ്സിന്റെ പുറകെ അങ്ങനെ പോവാണ്. 2 പേരുടെ ജീവിതവും അവരുടെ അനുഭവങ്ങളും മാത്രമേ ഉള്ളൂ. ഞാനത് വിശ്വസിക്കുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ആ ടീസറിലെ ആകെ കേൾക്കുന്നത് പൊത്തേട്ടൻസ് വോയിസ് മാത്രമാണ്. റോഷൻ കുറച്ചും കൂടി ഒരു മ്യൂട്ട് സ്പെക്ടേറ്റർ പോലെ ഇങ്ങനെ കേട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ലൈനിലാണോ പോകുന്നത്? മെയിൻലി കുറെ സർക്കാസം, കുറെ തഗ് ഡയലോഗ് ഒക്കെ കേൾക്കാൻ അങ്ങനെ അധികമൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞാലാണ് അതൊരു സുപ്പീരിയർ ഓഫീസറുടെ ആ പവർ കഥയിലുടനീളം സിനിമയിലുടനീളം ഉണ്ടാവും. അതാ ടീച്ചറിലുള്ള പോലെ അങ്ങനെ അയാൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അല്ലേ? അതെ, അങ്ങനത്തെ ഒരു കുറച്ച് ഓവർ റൂൾ പഴക്കവും വന്നൊരു പോലീസുകാരനാണ്. അതിൻ്റെതായ സീനിയോറിറ്റി അയാൾ ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, ഇതിനു മുമ്പ് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് ജോസഫിലല്ലേ? അല്ല, ഞാൻ ആദ്യമായിട്ട് പോത്തറിന്റെ ശിഷ്യനായിട്ടാണ്. അല്ല, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞത്. ഇതിനു മുമ്പ് ജോസഫിലാണല്ലോ വർക്ക് ചെയ്തത്. ലാസ്റ്റ് ജോസഫിലാണല്ലോ ഒരുമിച്ച് വർക്ക് ചെയ്തത്. അന്നേരം പോത്തേട്ടന് പോലീസ് സ്റ്റേഷൻ കൊടുത്തില്ല, പീറ്റർ എന്ന് പറഞ്ഞ സാധാരണക്കാരനാക്കി. ഇപ്പൊ പോലീസ് ആവാൻ സെറ്റായി തോന്നി. എന്താ ഇപ്പൊ പോലീസ് ക്യാരക്ടർ കൊടുക്കാൻ? എനിക്ക് തോന്നുന്നു ഇപ്പോഴും ജോസഫിനെ കുറിച്ച് എവിടെയെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുവാണെങ്കിൽ പീറ്ററിന്റെ പ്രണയത്തെ കുറിച്ചാണ്. അത് പോലീസിനേക്കാളും നല്ലതായിരുന്നു. ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും എൻ്റെ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങളിലൊന്നാണ് ഈ ജോസഫിലെ പീറ്റർ എന്ന് പറയുന്ന ക്യാരക്ടർ. ഒരുപാട് ഇപ്പം നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴൊക്കെ എപ്പോഴും ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന 2-3 ക്യാരക്ടേഴ്സിൽ ഒന്ന് തന്നെയാണ് ജോസഫ്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇത്രയും വർഷം കഴിഞ്ഞാൽ ഇടയ്ക്ക് അങ്ങനെ ഇരിക്കും ജോസഫിനെ കുറിച്ച്, അല്ല ജോസഫിലെ പീറ്ററിനെ കുറിച്ച് റൈറ്റപ്പ് എവിടെയും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കാണാം. അപ്പോൾ എനിക്ക് ഒരു പെർഫോമർ എന്ന നിലയിലൊക്കെ ഒരുപാട് എന്നെ ആ ക്യാരക്ടർ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ ഷാഹി അത് കഴിഞ്ഞിട്ട് എനിക്ക് തരുന്നൊരു ക്യാരക്ടറാണ് യോഹന്നാൻ. അടിപൊളി. അപ്പൊ യോഹന്നാനിലേക്ക് എത്തുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ ഈ സ്റ്റാർട്ടിങ് ഒരുമിച്ചാണ്. അന്നേരം ഡയറക്ടറായിരുന്നു തൊണ്ടിമുതലും സാക്ഷിയിലെ ഡയറക്ടറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഷാഹി കബീർ. ഇത്രയും വർഷം ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും ഷാഹി കബീർ റൈറ്റർ ഡയറക്ടർ ആകുമ്പോഴേക്കും നമ്മൾ റോൾസ് സ്വിച്ച് ചെയ്യാണ്. ദിലീഷ് പോത്തൻ ഇപ്പൊ ഇതില് ആക്ടറായി വന്നു. ഞാൻ സിനിമ പഠിച്ച പോത്തന്റെ അവിടെ നിന്നാണ്. അതിനപ്പുറം എന്താ പറയാ, ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഐഡിയ ആയിട്ടൊരു പടത്തി അത്രയും ഫ്രീഡം കിട്ടില്ലേ വേറെ എവിടെ പോയാലും കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ വെളിയിൽ പലരും അസിസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇതുണ്ട് ഒരു പടം, ഞാൻ സംവിധാനമൊന്നും പറയുന്നില്ല, അദ്ദേഹത്തോട് കൊണ്ട് അസിസ്റ്റന്റ് ആക്കാമെന്ന് ചോദിച്ചു. ആ പുള്ളി ഫുൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ആ സെറ്റ് എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം കാണാൻ പോകുമ്പം ആ ഷൂട്ട് കിടക്കുന്നതിൻ്റെ ഒരു 100-150 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ അപ്പുറത്ത് റോഡ് ബ്ലോക്ക് ചെയ്യാനാണ് ഒരു സംവിധാനം നിൽക്കുന്നത്. അന്ന് ഞാനിനി ഈ പണിക്കില്ലാന്ന് വിചാരിച്ചു. പക്ഷെ പോത്തൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല. നോക്കാനും കാണാനും എല്ലാം പറ്റും. തൊണ്ടിമുതൽ ഷാഹി ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്നോടൊരു ചാൻസ് ചോദിച്ചു വന്നോ അപ്രോച്ച് ചെയ്ത ആളല്ല. ഞാൻ മഹേഷ് കഴിച്ചിരുന്ന സമയത്ത് പല കഥകൾ കേൾക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷാഹി ഒരു കഥ പറയാനാണ് എൻ്റെ അടുത്ത് ആദ്യം വരുന്നത്. അപ്പം ഷാഹി പറഞ്ഞ കഥ ഞാൻ ചൂസ് ചെയ്തില്ലെങ്കിലും, ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തില്ല, പക്ഷേ ഇല്ലെങ്കിലും ഷാഹിയുടെ ആ കഥയിൽ ഐറ്റം ഉണ്ടെന്ന് എനിക്ക് അന്ന് തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടേസ്റ്റുള്ള സാധനം അല്ലാത്തത് കൊണ്ടാണെന്ന് പിടിക്കായിരുന്നു. പക്ഷേ ഒരു ഷാഹിക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും പോലീസുകാരെക്കുറിച്ചൊക്കെയുള്ള ആഴത്തിലുള്ള ധാരണ, ഷാഹിയുടെ ക്യാരക്ടേഴ്സ്, ഷാഹിയുടെ റൈറ്റിംഗ് കപ്പാസിറ്റി, അതൊക്കെ എനിക്ക് ആ ഒരു നറേഷൻ കേട്ടപ്പം തന്നെ എനിക്ക് വളരെ കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അതങ്ങനെ ഷാഹി പോയി. എന്നിട്ട് ഞാൻ പക്ഷേ തൊണ്ടിമുതൽ എന്ന് പറഞ്ഞൊരു പ്ലോട്ടിലേക്ക് എത്തിയപ്പോഴേ എനിക്ക് ആ ഷാഹിയുടെ കാര്യം ഓർമ്മ വന്നു. ഷാഹിയെപ്പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പോലീസിൽ അത്രയും വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു പോലീസ് സ്റ്റേഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു പടം ചെയ്യുമ്പം ഷാഹിയെപ്പോലെ ഒരാൾ, അത്ര സെൻസിബിൾ ആയിട്ടുള്ള ഒരാൾ എൻ്റെ ടീമിലുണ്ടായിരിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യകതയായിരുന്നു. സോ ഞാൻ അങ്ങനെ ഷാഹിനെ കോൺടാക്ട് ചെയ്തതാണ് അങ്ങോട്ടല്ലേ. ഷാഹിനെ വിളിച്ചിട്ട് ഒരു പടം കൂടെ നിൽക്കുന്നോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ശരിക്കത് ഭയങ്കര ഗുണം ചെയ്തു എനിക്ക്. തൊണ്ടിമുതൽ അത്രയും ഒതൻറ്റിക് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പോലീസ് സ്റ്റോറിയാക്കി മാറ്റിയതിന്, അതിൻ്റെ പ്രസൻറ്റേഷൻ അത്ര നന്നാക്കിയതിൽ
ഷാഹിയുടെ കോൺട്രിബ്യൂഷൻസ് വലുതാണ്. ആ സമയത്ത് റൈറ്റർ എന്നുള്ള രീതിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഐഡിയാസ് അന്നേരം അങ്ങനെ പ്ലാൻ ഒന്നും? റൈറ്റർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു പ്രോസസ്സ് കുറച്ച് അങ്ങനെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടേത്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളെപ്പോഴും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്, ഇത് ഇങ്ങനെ ഒരു ശരിക്കും പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഷായിക്ക് ഒരു 10 കഥ പറയാനുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ അങ്ങനെ പല ഈ റോന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് പെട്രോൾ എന്നുള്ളതാണല്ലോ. നിങ്ങൾ ഈ ഷൂട്ട് ചെയ്തതും എത്ര വന്നാലും രാത്രിയിൽ തന്നെയാണ്, ഇരുട്ടിയിലാണ് അല്ലേ ഷൂട്ടിംഗ് ഒക്കെ? അതെ അതെ. അപ്പൊ ആ ഒരു സമയത്ത് ശരിക്കും വേറെ നൈറ്റ് പെട്രോളിന് പോയ പോലീസുകാരെ മീറ്റ് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായോ? എന്താ പോലീസ് പിടിച്ചാ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിലെ നൈറ്റ് പെട്രോളിംഗ് വണ്ടികൾ വരും, അപ്പൊ അവരിടയ്ക്ക് നിർത്തും, അന്വേഷിക്കും. എന്തായാലും നമ്മൾ രാത്രി ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പോലീസ് ഉത്തരവാദിത്തത്തോടു കൂടി ഇങ്ങനെ കറങ്ങിടപ്പുണ്ട് നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ പലരും വന്ന് ഇങ്ങനെ വരും. അപ്പം ചിലപ്പോൾ ഓഫീസേഴ്സൊക്കെ വന്നിട്ട് നമ്മളെ ഉപദേശിക്കും, ഇച്ചിരി കൂടെ ഒക്കെ ഫിറ്റ്നസ് ആവാന്നൊക്കെ എന്നോട് ഓഫീസർ പറഞ്ഞു. പിന്നെ പോത്തന്നെ കാണുമ്പം എല്ലാവർക്കും കഥ പറയാനാണല്ലോ, അതിന്റെ അന്ന് രക്ഷപ്പെടാൻ പോലീസുകാരെങ്കിലും സാർ എനിക്കൊരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു പറയാറുണ്ട്. പല ഇൻസിഡന്റുകളും പോലീസുകാരുടെ അത്ര കഥകൾ അനുഭവിക്കുന്ന ആൾക്കാരില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ ദിവസവും ഓരോ തരം മനുഷ്യരെയും ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ആളുകളെയും അങ്ങനെ മനുഷ്യരെ നേരിട്ട് ഇടപെടുന്നതാണ് ശരിക്കും പോലീസിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഷാഹി കബീറിന് പോലീസ് സ്റ്റോറീസിന് ഒരു അന്ത്യമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഈ കുഴപ്പമില്ലാതെ പോകുന്ന ഈ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു ഒരു ജോണർ ഫിലിം മേക്കർ എന്ന് പറയാം. അതായത് പോലീസ് പ്രൊസീജറൽ ത്രില്ലേഴ്സിലാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അതിലെല്ലാത്തിലും എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ടേക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിലെ പ്രൊട്ടാഗണിസ്റ്റിന്റെ രീതികൾ, ഹിസ്റ്ററി എല്ലാം വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിൽ ഭയങ്കര പാടല്ലേ? അതായത് ഓരോ തവണയും കണ്ടുപരിചയിച്ചിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെ റെഫറൻസ് എടുക്കുവോ, എങ്ങനെ പോകും അതിലേക്ക്? എനിക്ക് ബാക്കി സിനിമകളൊന്നും അങ്ങനെ ഒരു കൃത്യം റെഫറൻസുകളൊന്നും ഇല്ല, എല്ലാം കഥാപാത്രങ്ങളാണ്. ഇപ്പൊ ഈ സിനിമയിലാണ് കുറച്ച് എൻ്റെ അനുഭവങ്ങളും കുറച്ച് എൻ്റെ സുഹൃത്തുക്കളുടെ അനുഭവങ്ങളും പിന്നെ നമുക്കറിയാവുന്ന ചില ഇൻസിഡൻസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചുള്ളൊരു സ്ക്രിപ്റ്റ്. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ്. ബാക്കി സിനിമകളൊന്നും അങ്ങനെ ഒരു റെഫറൻസ് അങ്ങനൊന്നും ഇല്ല. ഒരു കഥാപാത്രം അതെങ്ങനെ എഴുതി അങ്ങ് പോകുന്നു, ഉണ്ടാക്കി കഥകളാണ്. അല്ല, പോലീസ് സ്റ്റോറീസിനെ വീണ്ടും വീണ്ടും പറയുമ്പോഴേ എപ്പോഴെങ്കിലും ഒരു സാച്ചുറേഷനിൽ എത്തോ, ഇനിയിപ്പോ ഇത് വിടാ, അതിങ്ങനെ പോയി, അതുകൊണ്ടാണ്. അല്ലാതെ അല്ലെങ്കിൽ ഷായി ഇടയ്ക്ക് എന്നോട് ചോദിച്ചു ഒരു ദിവസം, ഞാൻ പിന്നെയും ഞാൻ ഇങ്ങനെ എഴുതുന്നു. ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, നമ്മുടെ സ്ട്രെങ്ത് ഉള്ള മേഖലയിൽ സിനിമ ചെയ്യുക എന്നുള്ളതാണ്. ഞാനത് തന്നെയാണ് എപ്പോഴും പറയുന്നത്. കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന നിലയിൽ ഇപ്പം എല്ലാത്തരം സിനിമകളും നമ്മൾ ചെയ്യാൻ അതൊരു കുഴപ്പമായിട്ട് കാണരുത്. അതിന്റെ പേരിൽ നമുക്ക് തോന്നുന്ന കഥകൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിപ്പം പോലീസ് കഥയാണെങ്കിൽ പോലീസ് കഥ. ഈ സിനിമ പേഴ്സണലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്തു. സ്വന്തമായിട്ട് അത് ഡയറക്റ്റ് ചെയ്യണം തോന്നിയെന്ന് എഴുത്തുകാരൻ പറഞ്ഞു. സ്വന്തമായിട്ട് അത് ചെയ്യണം തോന്നാൻ എന്തായിരുന്നു റോന്തിലേക്കുള്ള ഒരു ഫാക്ടർ? ഷാഹിയുടെ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഒത്തന്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ അതിനെക്കുറിച്ച് അത്ര ധാരണയിൽ ആയിരിക്കും അതുണ്ടാവുക. അപ്പം ഷാഹി ഇങ്ങനെ ഒരു കഥ എന്നോട് ഇങ്ങനെ ഒരു ക്യാരക്ടർ പറയാൻ വന്നപ്പോഴേ ഷാഹിയോട് പറഞ്ഞു, എനിക്ക് ഷാഹിയുടെ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യാന്നുള്ളത് എനിക്കൊരുണ്ട്. ഞാൻ ഇപ്പം ശരിക്കും കുറച്ച് പോലീസ് ക്യാരക്ടർ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആരെങ്കിലും വന്നിട്ട് പോലീസ് ക്യാരക്ടറാന്ന് പറയുമ്പോഴേ നമ്മൾ ഇനിയിപ്പോൾ അത് ചെയ്യണം, ഇങ്ങനെയും ഒഴിവാകാനായിരിക്കും ചിലപ്പോൾ ശ്രമിക്കുക കുറേ ക്യാരക്ടർ ചെയ്ത് കഴിയുമ്പോൾ. പക്ഷേ ഷാഹി വന്നപ്പോൾ ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഷാഹിയോട് പറഞ്ഞാൽ, എനിക്ക് ഷാഹിയുടെ ഒരു പോലീസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒതൻറ്റിസിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ഉണ്ടാവും, വളരെ മൈന്യൂട്ടായിട്ടുള്ള റിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും എന്ന് വിശ്വസിച്ചിട്ട് തന്നെ. ഇതിവിടെ പറയേണ്ടതല്ല, കുറച്ച് ലാസ്റ്റ് പറയേണ്ടത്, എന്നാലും ഞാൻ പറയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മ്യൂച്വൽ റെസ്പെക്ട് ആണെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. എനിക്ക് സിനിമയിൽ ഏറ്റവും പേടിയുണ്ടായിരുന്ന പോത്തന്നെ ഡയറക്റ്റ് ചെയ്യാൻ ചെല്ലുകയാണെന്നുള്ളത്. നിങ്ങൾ ഭയങ്കര ദോസ്തുക്കളല്ലേ? അങ്ങനെയല്ല, ദോസ്തും ബഹുമാനം രണ്ട് ഏരിയയാണ്. വർക്ക് വരുമ്പോഴേക്കും വേറെ തന്നെയാണെന്ന് ഈ പറഞ്ഞ പോലെ. മോസ്റ്റ്ലി ഒറ്റ രാത്രി നടക്കുന്ന സ്റ്റോറിയാണോ? ഒരു രാത്രി നല്ല ഒരു ഈവനിങ് തുടങ്ങി നെക്സ്റ്റ് ഡേ ഒരു ഉച്ചവരൊക്കെ, ഒരു 24 hours നടക്കുന്ന സ്റ്റോറി. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ കണ്ടിന്യൂറ്റിയും ആ ഒരു പ്രൊഡക്ഷന്റെ സമയത്ത് കുറെ പ്രശ്നം ഉണ്ടാവില്ലേ? എന്നെപ്പോലുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പം ശരീരം രാത്രി പകുതിയായപ്പോഴേക്കും പെട്ടെന്ന് ആക്ടർ തടി വെച്ചു. പിന്നെ മഴയായിരുന്നു, അതായത് മഴയായിരുന്നു ഷൂട്ട്. രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ഒരേപോലെ. മിക്കവാറും 2 വണ്ടി കംപ്ലൈന്റ്. ട്രൂ ഓർ ഫോൾസ് ഒരു സെഗ്മെന്റ് ചെയ്യാം. എല്ലാ ലാത്തിക്കും ഒരേ ലെങ്ത് ആണ്? ലത്തിക്ക് ഒരളവ് പറയുന്നുണ്ട്. ആണോ? ഓക്കെ. ഒരു സിനിമയില് നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റാർസ് അനുസരിച്ചാണ് സ്വയം ഒരു റാങ്കിങ് ഇടുന്നത്. അതായത് നമ്മുടെ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ റേറ്റിംഗ് വരുമല്ലോ, ഔട്ട് ഓഫ് 5, 3.5 ഔട്ട് ഓഫ് 5, 2.5 ഔട്ട് ഓഫ് 5. അത് നമ്മൾ വിശ്വസിക്കുന്നില്ല, ഓരോരുത്തർക്കും പല രീതിയിലല്ലേ. ഫോൾസ്.
ഫോൾസ്. ഓക്കെ. ഒരു നൈറ്റ് പെട്രോളിന് ഇറങ്ങിയിരിക്കുന്ന ഓഫീസിന് രാത്രി ഉറങ്ങാം. ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. യെസ് നോയും ഉണ്ടായിട്ട് പണി കളിക്കരുത്. ഒരെണ്ണം പറയാൻ പറ്റുള്ളൂ. ഒരെണ്ണം പറയാൻ പറ്റുള്ളൂ. ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങിയായിരുന്നോ? സിനിമയിൽ രണ്ടുപേരുണ്ടല്ലോ, ഒരാൾക്ക് ഇച്ചിരി നേരം ഉറങ്ങാം. ഓക്കെ. എല്ലാ സ്റ്റേഷനിലും ഒരു മഫ്തി പോലീസ് ഉണ്ടാവും? ഇല്ല. ഇല്ല. ഓക്കെ. അത് സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് വിങ് ആണ്. ക്രൈം മാത്രം, ഒരു സ്റ്റേഷൻ അങ്ങനെ വർക്ക് ചെയ്യില്ല. ഓക്കെ. ആർക്ക് വേണമെങ്കിലും ഒരു കൗതുകത്തിന്റെ പുറത്തൊരു ജയിൽ വിസിറ്റ് ചെയ്യാം? പറ്റില്ല. ഒരു ഹൈറാർക്കി അനുസരിച്ച് നമ്മൾ സല്യൂട്ട് ചെയ്യുന്നതിന്റെ രീതി മാറും? ഇല്ല. സല്യൂട്ട് ഒന്നേ ഉള്ളൂ. ഇത് തന്നെയാണ് സല്യൂട്ട്, അറ്റൻഷൻ. ഇതിൻ്റെ അകത്ത് വ്യത്യാസം ഫോഴ്സ് മാറും. ഓഫീസർ നമ്മൾ തൊപ്പി ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ തൊപ്പി ധരിച്ചിട്ടുണ്ടെങ്കിൽ സുപ്പീരിയറെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യണം. എനിക്ക് തൊപ്പി ഇല്ലെങ്കിൽ അറ്റൻഷൻ ആവണം. അതേ ഉള്ളൂ വ്യത്യാസം. സല്യൂട്ടിന് വേറെ. ഓക്കെ. പോലീസ് ഫോഴ്സിൽ എല്ലാവരെയും സ്ത്രീകളാണെങ്കിലും സർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്, ആണോ? എല്ലാ പോലീസുകാർക്കും പോലീസ് ക്ലബ്ബ് വിസിറ്റ് ചെയ്യാം? പോലീസ് ക്ലബ്ബ് എന്ന് പറയുന്നത് സിനിമ കണ്ടിട്ടുള്ള സങ്കല്പമാണ്. ഞങ്ങളെ കോട്ടയം പോലീസ് ക്ലബ്ബിൽ വെച്ചിട്ടാണ് പോലീസിന്റെ എല്ലാം മീറ്റിംഗ് വരെ നടക്കുന്നത്. എന്ന് വെച്ചാൽ അവിടുത്തെ സൊസൈറ്റിയുടെ പോലും മീറ്റിംഗ് നടക്കുന്നത്. ഈ സിനിമയിൽ കാണുമ്പോഴാണ് പോലീസ് ക്ലബ്ബ് അങ്ങനെ. ഞങ്ങളുടെയൊക്കെ പോലീസ് ക്ലബ്ബ് 2 റൂമും 1 ഹാളും ചെറിയൊരു എന്താ പറഞ്ഞ ഡോർമെറ്ററി ആണ്, കുറച്ച് ബെഡ്സും പിന്നെ 1-2 റൂംസും ഒക്കെ കാണുന്നത്. അടുത്തതും സിനിമയിൽ കണ്ടിട്ടുള്ള തന്നെയാണ്. എല്ലാ പോലീസ് ക്ലബ്ബിലും ഒരു സ്നൂക്കർ ബോർഡ് ഉണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല. ഇനി IPS നമുക്ക് ആ ലെവൽ അറിയില്ല. ട്രിവാൻഡ്രത്ത് അങ്ങനത്തെ ക്ലബ്ബുകൾ ഉണ്ടോന്ന് അറിയില്ല. നമ്മളുടെ ഒന്നും നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. വാക്കി ടോക്കീസ് ഒരു കാര്യമില്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓൺ ചെയ്യും? ഫുൾ ഓണാണ്, ഒരിക്കലും ഓഫ് അല്ല. ഓഫ് ചെയ്യത്തില്ല. ആലപ്പുഴക്കാരനാണല്ലോ. ഇപ്പൊ ജോസഫ് ആയിക്കോട്ടെ, നായാട്ടായിക്കോട്ടെ, റോന്ത് ആയിക്കോട്ടെ, ഈ ആലപ്പുഴക്കാരന്റെ സ്റ്റോറീസിലെല്ലാം ഒരു മലയോര മേഖല വരുന്നത് എന്താ? ഞാൻ കൂടുതലും ആലപ്പുഴക്കാരനാണെങ്കിലും ജീവിച്ച കോട്ടയത്താണ് ഒരു സമയം തൊട്ട് പഠനം വെക്കാം. ഇത് അങ്ങനെ തീരുമാനിച്ചില്ല. ചില സിനിമ പറയുമ്പോ ഇലവിട പുഞ്ചിറ ആ സ്പേസിൽ വിട്ടുപോയി. പിന്നെ നമുക്ക് എപ്പോഴും നമ്മളെ ട്രാവൽ അങ്ങോട്ടാണ്. ഇപ്പൊ നായാട്ട് അങ്ങനെ ട്രാവൽ ചെയ്തേ പറ്റൂ. ജോസഫ് പിന്നെ അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റി പറയേണ്ട ഒരു കഥ ആയതുകൊണ്ട് ഒരു ഹൈ റേഞ്ച് തൊടുപുഴ എന്നുള്ള ലൈനിൽ പിടിച്ചാണ്. ഇരിട്ടി ആക്ച്വലി അങ്ങനെയൊന്നും അല്ല വന്നത്. ഇതിന് ഇനിഷ്യലി പ്രൊഡ്യൂസർ ആയിരുന്നത് സജയ് ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു പ്രൊഡ്യൂസറാണ്. പുള്ളിയുടെ വീട് ഇടുക്കിയായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് അവിടെ കുറച്ച് പുള്ളിക്ക് ഫ്രീഡം ഒക്കെ കിട്ടും. അങ്ങനെ ലൊക്കേഷൻ കണ്ടു, ലൊക്കേഷനൊക്കെ സെറ്റായി. അത് കഴിഞ്ഞ് പിന്നെ പ്രൊഡക്ഷൻ ഇവരാക്കി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ നോക്കി. പക്ഷെ എനിക്ക് അതേ കണക്കൊരു സ്ഥലം തന്നെയാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ പോയതാണ്. ഞാൻ കുറച്ച് നിർബന്ധിച്ച് കോട്ടയത്ത് വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഫുൾ ഷൂട്ട് രാത്രിയിലാണ്. അതിനിപ്പോ ഇരുട്ടി ഷൂട്ട് ചെയ്താലെന്താ? പക്ഷെ ഷാഹി അനിശ അവിടുത്തെ ആ സ്ഥലം, അതുപോലത്തെ ഒരു സ്ഥലം അവിടെ പുള്ളി മനസ്സിൽ ഉറപ്പിച്ചു. ഇരുട്ടിയിലെ പല ലൊക്കേഷൻസും പല ബിൽഡിങ്സും പാലോ അതൊക്കെ പുള്ളി മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ട് എന്നോട് പിന്നെ പുള്ളി ഇരുട്ടിയിലെ അതേ ലൊക്കേഷൻ കോട്ടയത്ത് കണ്ടെത്താൻ കുറെ ശ്രമിച്ചു. അത് കിട്ടിയല്ലോ. പിന്നെ നല്ല ജനങ്ങളല്ലേ, അതാണ് എൻ്റെ ഏറ്റവും രസകരമായിട്ട് തോന്നിയത്. കാരണം ബാക്കി എവിടെ ആണെങ്കിലും റോഡ് ബ്ലോക്ക് ചെയ്ത് അത്യാവശ്യമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ വിഷയങ്ങൾ ഉണ്ടാകാറുള്ളതാണ്. അവിടെ നിന്ന് ഒരിക്കലും ആ മറ്റേ ബൈക്ക് ആക്സിഡന്റ് അവിടെ വരുന്ന സീനി 10,000-2,000 പേര് രാത്രി 2 മണിക്കും 3 മണിക്കും. പക്ഷെ അവർ അങ്ങോട്ട് മാറാൻ പറഞ്ഞാൽ അവർ മാറി നിൽക്കും. യാതൊരു ഒച്ചയില്ല. സിംഗ് സൗണ്ട് ആണ്, ഒരു ബഹളം ഇല്ല. ഫുൾ സിനിമ സിംഗ് സൗണ്ട് ആണോ? ഭയങ്കര നല്ല നാട്ടുകാര്. മനോഹരമായ ഷൂട്ട് നടന്ന സ്ഥലങ്ങൾ, അധികം ഷൂട്ടൊന്നും നടന്നിട്ടില്ല സ്ഥലങ്ങളൊക്കെ. അപ്പൊ ആളുകൾ ഇങ്ങനെ വരും, കൗതുകത്തോടെ നോക്കിയിരിക്കും. ഭയങ്കര സഹകരണമുള്ള നാട്ടുകാരും ഭയങ്കര സ്നേഹമുള്ള നാട്ടുകാരാണ്. നിങ്ങൾ ഒരേ സെറ്റിൽ 2 ഡയറക്ടേഴ്സ് ഉള്ളപ്പോ കുറച്ച് ഭാഗം എങ്ങാനും ഡയറക്ഷൻ ഉണ്ടായിരുന്നോ? പോത്തട്ടൻ്റെ അഭിപ്രായം പറയത്തില്ല. പിന്നെ ഡയലോഗ് വരുമ്പോൾ പറയണം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഓക്കെയാണ്. അത് പക്ഷെ പോത്തട്ടൻ പറയുന്ന ഉഗ്രൻ ഡയലോഗ്സാണ്. പടം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പോത്തൻ ഇട്ടൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പം ഞാൻ പറയാം ആ സാധനം ഉണ്ടാക്കിയ ഫീല് വേറെയാണ്. ഒരു ഡയലോഗ് പോത്തട്ടനാണ് കയ്യിൽ നിന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് എനിക്ക് തോന്നുന്നു നന്നായി വർക്കാൻ പോകുന്ന ഡയലോഗ് അതായിരിക്കും തോന്നുന്നുണ്ട്. ഡയറക്റ്റ് ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇതിനെക്കുറിച്ച് അത്ര ആഴത്തിൽ ധാരണ വേണം. സീനിനെ കുറിച്ച് നമ്മൾ എങ്ങനെ ഇത് അഭിനയിക്കുമെന്ന് പേടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇനി അതിനകത്ത് പോയി തലയിടാൻ പോകുന്നത്. ഞാൻ പൊതുവെ മോണിറ്ററിൽ അഭിനയിക്കുന്ന സമയത്ത് മോണിറ്ററിൽ പോലും നോക്കാറില്ല. ഒരു ടേക്ക് കഴിഞ്ഞ് ഇനി അത്ര എന്തെങ്കിലും മണ്ടത്തരം പറ്റിയോ എന്നൊക്കെ ചില സംശയം തോന്നിയാൽ മാത്രം, വളരെ റെയറായിട്ട് മാത്രമേ ഞാൻ റീപ്ലേ പോലും കാണുള്ളൂ. എനിക്ക് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് പോകും. ദൈവമേ ശരിയായില്ലെന്ന് തോന്നിക്കൊണ്ടിരിക്കും. അടിപൊളിയായിരുന്നു. ഡയറക്ടർ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ ഇതൊന്നുമില്ല. അപ്പോൾ പോലീസിങ്ങിന്റെ ചില കാര്യങ്ങളൊക്കെ പോത്തട്ടിലേക്ക് ചെന്നിട്ട് ഇങ്ങനെയല്ല. പിന്നെ ഈ കഥ വായിക്കുമ്പോൾ പോത്തട്ടൻ
മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു ക്യാരക്ടർ അല്ലേ? അത് റൈറ്റിംഗ് സ്ക്രിപ്റ്റിൽ തന്നെ ഏകദേശം ഐഡിയ ഉണ്ട്. പക്ഷെ അതിങ്ങനെ നമ്മൾ ചെയ്യുന്തോറും അത് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം പ്രത്യേകിച്ച് ഇതിങ്ങനെ ഇപ്പം ഈ പടം എന്ന് പറഞ്ഞാൽ 2 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ പതുക്കെ അവർ തമ്മിൽ ഇടപെട്ട് ആ റിലേഷൻ ഇങ്ങനെ വളർന്നു വരുവാണ്. നമ്മളും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. നമ്മളൊരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കുമാണ് അതിലേക്ക് ഇങ്ങനെ അങ്ങനെ വീണ്. ഇപ്പം എല്ലാ സീനുകളും തന്നെ നമ്മളുണ്ട്, നമ്മളില്ലാത്ത സീൻ ഇല്ല പടത്തിൽ. അപ്പോൾ എല്ലാ സീനിലും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും അതിലേക്ക് ഇൻവോൾവ് ആയി അങ്ങനെ നമ്മളും ആ ക്യാരക്ടറിനെ ഒരു പരിധി വരെ ഷൂട്ട് നടക്കുമ്പോഴാണ് ക്യാരക്ടർ നമ്മൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അതിലേക്ക് വീഴുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഫുൾ ടൈം ഒരുമിച്ചുള്ള ആൾ റോഷൻ, നിങ്ങൾ ഓൾറെഡി ഭയങ്കര ഡൈനാമിക്സ് ഉള്ള ആൾക്കാരാണ്. അതെ. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സിനിമയിൽ? വളരെ നല്ല അനുഭവമായിരുന്നു. റോഷൻ ഭീകരമായ ജെന്റിൽമാനാണ്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആക്ടറാണ്. അപ്പം ഫുൾ സിനിമയല്ലാതെ വേറെ ഒന്നും ഇല്ല. എൻ്റെ കൂടെ ആക്ച്വലി റോഷൻ ഇവിടെ കുട്ടിക്കാനം ക്യാമ്പ്, മണിയാർ ക്യാമ്പ്, പിന്നെ ഒരു സ്ഥലത്ത് ഒരു നൈറ്റ് പെട്രോളിങ്ങിനാണ് റോഷൻ കൂടെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ. അങ്ങനെ പുള്ളി തന്നെ ആഗ്രഹിച്ചു, പുള്ളി തന്നെ ചെയ്ത പരിപാടിയാണ്. മെത്തേഡ് ആക്ടിങ്. പോത്തേട്ടൻ അതിനൊന്നും പോയില്ലേ? ഇല്ല. അതിന് എത്ര പോലീസുകാരെ, 30 പോലീസുകാരെ 40 ദിവസം ഒരുമിച്ച് കണ്ടേ. എല്ലാ തരവും. ഒറ്റ രാത്രിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒറ്റ ദിവസത്തിൽ നടക്കുന്ന സിനിമകളിൽ ഏതെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ളത്? ഇപ്പൊ ആദ്യകാലത്ത് കണ്ടപ്പോൾ ഞാൻ ഏക് 40 की ലോക്കൽ എന്നൊക്കെ പറയുന്ന ഹിന്ദി പടമൊക്കെ ആദ്യം കണ്ട ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു അങ്ങനത്തെ പോത്തന്നെ ആദ്യത്തെ ഡയറക്ഷൻ എന്തോ രാത്രി. ഞാൻ ഈ മഹേഷിന് മുമ്പ് ഞാൻ വേറൊരു പടം ഇങ്ങനെ ആലോചിച്ചിരുന്നു, പാതിരാ പടം എന്ന് പറഞ്ഞിട്ട്. അത് ചെയ്യാൻ പറ്റിയില്ല. അതിങ്ങനെ ഒരു ഫുൾ നൈറ്റ് സ്റ്റോറി ആയിരുന്നു. നമ്മളൊരു പടം ചെയ്യുമ്പോൾ ഇതിന് മുമ്പ് ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ലെസ് മിസറബിൾസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ഫ്രഞ്ച് പടം. അതും നമ്മുടെ കഥയല്ല, ഒരു 3 പോലീസുകാർ. ഭയങ്കര രസമുള്ള സിനിമ. കണ്ടിട്ടില്ല. കമന്റ്സിൽ ഏറ്റവും കൂടുതൽ ഷാഹി കബീർ എന്ന ഒറ്റ പേര് കണ്ട് കാണാൻ വന്നതാണ്. ഷാഹിക്ക് ചെറിയ പേടിയുണ്ട്. ഇത്രയും നാൾ ആരും ഒന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു, പക്ഷേ ആൾക്കാർ മുഴുവൻ ഇത് ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലത്തെ സിനിമയാണെന്ന് കരുതുവോ, കുറച്ച് പൈസ ജോസഫ് പോലത്തെ പടമാണെന്ന് കരുതുവോ എന്നൊക്കെയുള്ള പേടിയാണ് പുള്ളിക്ക്. പറഞ്ഞാൽ മതി, ആൾക്കാർക്ക് മനസ്സിലാവും. പറഞ്ഞ ഒരു ഓഫീസർ ഓൺ ഡ്യൂട്ടിയോ ഒരു നായട്ടോ ജോസഫോ എന്നോട് പറഞ്ഞ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോഴത്തേക്കും ഒന്ന് സംസാരിക്കണം, ഇത് അങ്ങനത്തെ പടം ഡ്യൂട്ടി കാണാൻ വേണ്ടി ആൾക്കാർ ആപ്പാട്. ഓക്കെ. അല്ല, പക്ഷെ ഒരു ബ്രാൻഡായി മാറി. അതായത് ഈ ഒരു മിനിമം ഗ്യാരണ്ടി, ഈ ഒരു പേരിന് വേണ്ടി കാണാൻ വരും, ഈ ഒരു പേരിന് വേണ്ടി ടീച്ചർ കാണുന്നു, അങ്ങനെ ഇഷ്ടംപോലെ കമന്റ്സ്. ആ മിനിമം ഗ്യാരണ്ടി വിശ്വസിച്ചിട്ട് നമ്മൾ അഭിനയിക്കാൻ പറ്റും. അപ്പൊ എന്ത് തോന്നുന്നു സ്വയം? ഒരു പാപ്പാ അതാണോ ബാക്ക്ഗ്രൗണ്ടില്? പടം ഇറങ്ങട്ടെ. പൊതുവെ പേടിക്കേണ്ടൊന്നില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല സ്നേഹമാണ് ആളുകൾക്ക്. സിനിമ സക്സസ് അത് നമുക്കറിയാം, ഒരു മാജിക്കാണ്. ഞാൻ ഹാപ്പിയാണ്. ഒരു സിനിമ നന്നാവുക, വൃത്തിയാവുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. വിജയൊക്കെ പ്രേക്ഷകരുടെ. ഞാൻ ഈ സിനിമ എന്നുള്ള രീതി ചോദിച്ചാലും മൊത്തത്തിലൊരു ബ്രാൻഡായി മാറിയതിനെ പറ്റി അതെങ്ങനെയൊക്കെയോ. ആ ബ്രാൻഡ് 2 പടം മതിയല്ലേ ബ്രാൻഡൊക്കെ. വളരെ കുറച്ച് സിനിമകളാണ് ചെയ്തിട്ടുള്ളതെങ്കിലും ഭയങ്കര ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ജംഗ്ലി പിക്ചേഴ്സ്. അതായത് ദിൽ ധഡക് ചെയ്തു, റാസി, ആ സിനിമകളൊക്കെ ചെയ്ത ആളുകളെ മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ റോന്തിലൂടെ. അതെങ്ങനെ സംഭവിച്ചു? രസമാണ്. എൻ്റെ ഒരു കഥയുണ്ട്. ആദ്യമേ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇവിടെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഇവിടുത്തെ രതീഷൻ്റെ കൂടെയുള്ള ജോജോ അവരപ്പോൾ ജംഗ്ലി ആയിട്ട് എന്തോ ഒരു കോ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അവർ ലിസ്റ്റ് കൊടുത്തപ്പം എന്നെയാണ് ഒരു പിക്ക് ചെയ്തത്. അപ്പം അവർക്ക് എൻ്റെ പടം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഇമ്മീഡിയറ്റ് നടക്കാൻ ചാൻസ് ഉള്ള റോന്താണ്. അതെല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞിരുന്ന സമയത്താണ്. അങ്ങനെ ജോജോ പറഞ്ഞു അവിടെ പോയി കഥ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, ഞാനങ്ങനെ കഥ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗ്യത്തിനന്ന് ഞങ്ങൾ പോകുമ്പം ഉലജ് എന്ന് പറഞ്ഞ അവരുടെ തന്നെ പടത്തിൻ്റെ അകത്ത് റോഷൻ അഭിനയിക്കുന്നുണ്ട്. റോഷൻ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ചാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആ ഫ്ലൈറ്റ് റോഷൻ ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്തവർ. ഞങ്ങളവിടെ ചെല്ലുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര സ്നേഹമുണ്ട്. നായാട്ട് ഇതിലൂടെ എല്ലാവരും വന്ന് നിൽക്കുന്നു. അപ്പം വന്നപ്പോൾ ഒരു വലിയൊരു മീറ്റിംഗ് ഹാൾ അവരുടെ എല്ലാവരും വന്നിരുന്നു. അവരുടെ സി അമൃത പണ്ടൊക്കെ വന്ന് അന്ന് ശരി നറേഷൻ തുടങ്ങിക്കോളൂ. ഞങ്ങൾ ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ ആ പാടൊരു സൂര്യ എന്ന് പറഞ്ഞൊരു മലയാളി മാത്രമാണ് എൻ്റെ ഹാഫുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിതല്ല പറഞ്ഞ ഒരടുക്ക പറയാനാണെന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ റോഷൻ്റെ അലക്കി വെച്ച് റോഷൻ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ട് റോഷൻ ഇരുന്ന് നറേഷൻ തുടങ്ങി. അപ്പം ഞാനിപ്പുറത്ത് നിന്ന് എവിടെയെങ്കിലും മിസ്സാകുമ്പോൾ മാത്രം പറഞ്ഞാൽ മതി റോഷൻ. പക്ഷെ റോഷൻ ഭയങ്കര പള്ളിയിലച്ചൻ സീൻ പറയുമ്പം തൊട്ട് അവർ ഭയങ്കര ഹാപ്പിയായി, അവർ ഇന്നായി. ഇതെല്ലാം കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പോൾ ഞാൻ റോഷനിക്ക് പറഞ്ഞ് താനെടുത്ത റിസ്ക് അറിയത്തില്ല, ഇതെങ്ങനെ വർക്കായില്ല, തൻ്റെ കുഴപ്പമില്ല. അങ്ങനെയാണ് ജംഗ്ലിയായിട്ട് ഇവിടെ വന്നത്. അവർക്കൊരു മലയാളം പടം ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. റോഷൻ ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ടും കൂടെ അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്തു. റോഷന് ഭയങ്കര ആത്മാർത്ഥ്യം ഉണ്ടായിരുന്നു ഈ സിനിമ. റോഷൻ വളരെയധികം എനിക്കൊന്ന് കുറെ പടങ്ങൾ വരെ മാറ്റി വെച്ചു.
ശരി, ഓക്കെ. ഈ റാസിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ആലിയ ഭട്ട് ഫഹദ് ഫാസിലിന്റെ കൂടെ അഭിനയിക്കണം എന്ന് പറഞ്ഞത് കേട്ടായിരുന്നോ? പറഞ്ഞോ? ആ, കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയപ്പോ പറഞ്ഞായിരുന്നു. നിങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ സംഭവിച്ചില്ല ആര്? ഫാഫയായിട്ട്? ഇല്ല ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ആലിയഭട്ട് ഒരു അച്ഛൻ എന്നോട് പറഞ്ഞില്ല. ആലിയഭട്ടിന്റെ കഥ പറയുമ്പോൾ വേറെ രസമുണ്ട്. ക്യാമ്പിൽ ചെന്നു. ക്യാമ്പിൽ ചില ഒരു ഘോഷ പർട്ടിക്കുലർ ഇതിലുള്ള ഒരു ഇങ്ങനെ സിനിമ കാണാറില്ല. ഇവർ ഈ മൊബൈലിൽ മാത്രമേ സിനിമ കാണത്തുള്ളൂ. എനിക്കറിയാലോ മറ്റേ ചതുരത്തി റോഷൻ ഇങ്ങനെ ആലിയ ഭട്ടിന്റെ കൂടെ അവർ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ഈ